ഈ ദേശീയപാതയിൽ കഴക്കൂട്ടത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട വാഹനം എലിവേറ്റഡ് ഹൈവേയിലെ തൂണിലിടിച്ചാണ് അപകടമുണ്ടായത്. 2 സ്ത്രീകളടക്കം 5 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒരു യുവതിയടക്കം 2 പേരുടെ നില ഗുരുതരമാണ്. സ്വാന്തന സാജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സ്വാന്തന, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യാവസ്ഥ നിലവിൽ എത്തരത്തിലാണ്? അറിയ, ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ അപകടമുണ്ടായ വാഹനത്തിന് മുന്നിലാണ്, കഴക്കൂട്ടത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്, ആ വാഹനത്തിന്റെ മുൻവശം കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ആഴത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ ഇപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ട്. ബാലരാമപുരം സ്വദേശിയായ ഷിബിൻ എന്ന വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഏതാണ്ട് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. എലിവേറ്റഡ് ഹൈവേക്ക് താഴെയുള്ള ഈ തൂണിൽ, നമുക്ക് ഈ തൂണ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വാഹനം കിടക്കുന്നത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലാണ്. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇനി എലിവേറ്റഡ് ഹൈവേയുടെ തൂണ് നോക്കുകയാണെങ്കിൽ ഇതാണ് എലിവേറ്റഡ് ഹൈവേ തൂണ്. ഈ തൂണ് ഒരു 5-6 തൂണ് അപ്പുറത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ഹൈവേ ആയതുകൊണ്ട് പോലീസ് വാഹനം ഇങ്ങോട്ടേക്ക് കൊണ്ടിട്ടതാണ്. ഈ തൂണിൽ വന്ന് ഇടിച്ചാണ്, അമിത വേഗത്തിൽ വന്ന ഈ തൂണിൽ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് അടക്കം വ്യക്തമാക്കുന്നത്. ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവർ റേസിംഗിനിടെയാണോ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ള സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ വാഹനത്തിനൊപ്പം മറ്റ് വാഹനങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം നിലവിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര പോലീസ് അങ്ങനെ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ മറ്റ് വാഹനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും അമിത വേഗത്തിലായിരുന്നതുകൊണ്ടും റേസിംഗിനിടെയാണോ അപകടം ഉണ്ടായതെന്നുള്ള സംശയം പോലീസ് നിലവിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. 5 പേരാണ് ഈ വാഹനത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതിൽ 3 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ വാഹനം ഓടിച്ചിരുന്ന ഷിബിനാണ് മരിച്ചത്. ഷിബിൻ ബാലരാമപുരം സ്വദേശിയാണ്. 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിൽ 3 പേര്, ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേരുടെ നില ഇപ്പോൾ 3 പേരുടെ നില, 2 പുരുഷന്മാരുടെയും അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെയും നില ഗുരുതരമാണ് എന്നുള്ള വിവരവും പോലീസ് അറിയിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇവരെ എല്ലാവരെയും തന്നെ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനും പിന്നെ ഈ നാട്ടുകാർക്കും പോലീസിനും ഒക്കെ ചേർന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. പക്ഷേ ഷിബിന ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. മറ്റ് 4 പേരുടെയും ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. ഈ വാഹനമൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഇത് നെയ്യാറ്റിൻകര രജിസ്ട്രേഷനിലുള്ള ഒരു വാഹനമാണ്, പുതിയ വാഹനമാണ്. ഈ മാർച്ച് മാസത്തിൽ പുറത്തിറക്കിയ വാഹനമാണ്. അത്രയും പുതിയ വാഹനമാണ് ഇത്തരത്തിൽ ഇടിച്ച് തകർന്ന് ഇല്ലാതായ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് 3 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഈ അപകടം കൃത്യമായി ഉണ്ടായത്, അല്ലെങ്കിൽ വാഹനം ആരുടേതാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടതായുണ്ട്. ആര്യ, വ്യക്തമാണ്. നിയന്ത്രണം വിട്ട വാഹനം തൂണിലേക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. സ്വാന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.